ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ആര്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം മിത്രയെടുത്ത് തുറന്നു പറയാണ്. മിത്രേ, നിനക്കറിയാവോ, എനിക്ക് നല്ലൊരു ഗായകനാകണമെന്നായിരുന്നു ആഗ്രഹം. ഞാനിവിടെ എന്തെങ്കിലും മൂളിപ്പാട്ട് പാടണത് എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? ഇല്ല ആര്യ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, പക്ഷേ മൂളിപ്പാട്ട് പാടിയാലുണ്ടല്ലോ നീ അതിൽ ലയിച്ചു പോകും. അത്ര നന്നായിട്ട് ഞാൻ പാടും. അപ്പോ ഈ കാര്യം ഈ വീട്ടിൽ വേറെ ആർക്കും അറിയില്ലേ? അപ്പച്ചി പോലും ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ആർക്കും അറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? വലിയ വലിയ സംഗീത സംവിധായകരുണ്ടല്ലോ, അവരുടെ കീഴിൽ ഒരു പാട്ട് പാടണമെന്ന്, സിനിമയിലോ ആൽബത്തിലോ എവിടെയെങ്കിലും. ഞാനേ മുമ്പ് ഒരുപാട് വലിയ വലിയ ഗായകരെയൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് അവർ കേരളത്തിൽ വരുന്ന സമയം ഉണ്ടെങ്കിലേ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ പോയി കാണുമായിരുന്നു. അങ്ങനെ എത്രയെത്ര ഗായകരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ലോകം അറിയുന്ന ഒരു ഗായകനാകണമെന്ന് എന്ന് പറയുമ്പോഴേക്കും മിത്രക്ക് അത് കേട്ടിട്ട് അത്ഭുതം തോന്നാം കേട്ടോ. കാരണം ഇത്രയും നാളത്തെ ഒരു പാട്ട് പോലും, മൂളിപ്പാട്ട് പോലും പാടാത്ത ആര്യന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ആഗ്രഹം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ മിത്ര പോലും അത്ഭുതപ്പെട്ടു പോകാണ്. അതിനുശേഷം മിത്ര അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആര്യം പറയണ്ടേ, നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കൊന്നും വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നല്ല പാട്ടുകാരനാവാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ അവിടെ നിന്ന് പോകുമ്പോൾ മിത്ര ചോദിക്കണ്ടല്ല, ദേവിയെടുത്തിന്റെയും ആനന്ദേട്ടന്റെ ജീവിതം ഇനി ഓക്കെ ആവോ? അവര് പഴയ പോലെ സ്നേഹത്തോടെയൊക്കെ ജീവിക്കോ? ഇത് കേൾക്കുന്ന ആര്യം പറയണ്ട്, സംശയമാണ്. പ്രത്യേകിച്ച് ആനന്ദേട്ടന്റെ കാര്യം. ആനന്ദേട്ടൻ പഞ്ചഭാവമൊക്കെയാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാവം ആരാന്ന് ചോദിച്ചാൽ അത് ആനന്ദേട്ടൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ആൾക്ക് ദേഷ്യമോ വൈരാഗ്യോ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് ജന്മം ചെയ്താൽ മാറില്ല. നമ്മളൊക്കെ എങ്ങനെയാ ഇത്രേ, ഒരാൾക്കൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ദേഷ്യം കുറച്ച് നാളുമ്പോ ഇല്ലാതാകും. അല്ലെങ്കിൽ അവരെ കാണുക അല്ലെങ്കിൽ അവരെ കണ്ട് നമുക്ക് ആ ദേഷ്യം പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് അലിഞ്ഞു പോകും. പക്ഷെ ആനന്ദേട്ടൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആനന്ദേട്ടന്റെ ആരുടെയെങ്കിലും മനസ്സിൽ ദേഷ്യം തോന്നിക്കഴിഞ്ഞ പിന്നെ ആനന്ദേട്ടൻ ജീവിതകാലം മുഴുവൻ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അപ്പോ ദേവിയെടുത്ത് ഇനി ഒരിക്കലും ഈ വീട്ടിൽ വരില്ലെന്നാണോ ആര്യം പറയണത്? അതിനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം, അച്ഛനോ അമ്മയോ ആനന്ദേട്ടനെ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് നടക്കാനും ചാൻസ് കുറവാ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയില്ലേ? അമ്മയോ അച്ഛനോ ആരെങ്കിലും ദേവിയെടുത്തിന് ഇവിടെ കയറ്റിയിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോവായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെയാ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരിക്കലും ആ ദേഷ്യം മാറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യനെ അവിടെ നിന്ന് പോവാട്ടോ. മിത്രക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. മിത്ര ഈ കാര്യം മീനാക്ഷി അടുത്ത് പറയണ്ട. ആര്യൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ട, അത് ആര്യം പറയേണ്ട കാര്യമില്ല. ആനന്ദേട്ടന് ഇത്രയും നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാം ആനന്ദേട്ടൻ ഒരിക്കലും ഇത് ക്ഷമിക്കില്ല മിത്രേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്ഷമിച്ചതിന്റെ കാരണം ദേവിയെടുത്ത് ഗർഭിണി ആയതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാ ആനന്ദേട്ടൻ അന്നെല്ലാം ക്ഷമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുഞ്ഞിനും ദേവിയെടുത്തിനെ നഷ്ടപ്പെട്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നേ ഒരിക്കലും ആവില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല മീനു എടുത്തി എന്ന് പറയുമ്പോഴേക്കും എനിക്കും അറിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് ദേവിയെടുത്തിയുടെ കൂടെ നിൽക്കണം. ദേവിയെടുത്ത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ ചതിക്കില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മാക്സിമം ദേവിയെഴുത്തിനും ആനന്ദേട്ടനെ പഴയ പോലെ ഒന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം എന്ന് മീനാക്ഷി പറയാണ്. മിത്ര പറയണ്ട അതെ മീനുവെടുത്ത് വേറൊരു സംഭവം ഇതിനിടയിൽ ഉണ്ടായി. അതെന്താ മിത്രേ? അതെ, ആര്യന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു. എന്താണ്? വല്ല കുഞ്ഞുങ്ങളെ കുറിച്ചാണോ? അതിനെ കുറിച്ചൊന്നും അല്ല, വേറൊരു ആഗ്രഹം. അതെന്താ ആഗ്രഹം? ആര്യനെ വലിയൊരു പാട്ടുകാരനാവണമെന്ന് ആഗ്രഹമുണ്ട് പോലും. അതിന് ആര്യനൊരു മൂളിപ്പാട്ട് പോലും ബാത്റൂമിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഇത്രയും നാളായിട്ട് എനിക്ക് പോലും ഒരു രഹസ്യം അറിയില്ല. സത്യം പറഞ്ഞ കോളേജിൽ ആർക്കും അറിയില്ല. പക്ഷെ ആര്യൻ നന്നായിട്ട് പാടുമെന്നേ. എനിക്കിപ്പോ ഒരു ആഗ്രഹം, ആര്യനൊരു പാട്ടുകാരനാക്കിയാലൊന്നും. കൊള്ളാം. ആര്യനൊരു ട്രാവലേഴ്സ് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ആര്യനെ ട്രാവലേഴ്സിന്റെ മുതലാളിയാക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി നീ എന്തൊക്കെ ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സ്വർണം കൊണ്ടേ കൊടുക്കാൻ നോക്കി, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ, ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ. ഇനിയിപ്പോ ആര്യനെ പാട്ടുകാരനാക്കാനാണ് നിന്റെ ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം മീനാക്ഷി എടുത്ത്, പ്ലീസ്. മീനാക്ഷി എടുത്തേക്ക് ആരെങ്കിലും പരിചയം ഉണ്ടാവോ? അയ്യോ, എനിക്കാരെയും പരിചയമൊന്നുമില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, നമുക്ക് എങ്ങനെയെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുക്കണം. നടക്കും. ഒരാള് വിചാരിച്ച ആര്? നമ്മുടെ അച്ഛൻ. അങ്കിളോ? അങ്കിൾ ഇതൊന്നും അറിയട്ടോ. ആര്യന് ഇതാവോട്ടോ. അതൊന്നുമില്ല. നമ്മുടെ അച്ഛനെ ഒരു ആഗ്രഹമുണ്ട്, മക്കളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഇനിയെങ്കിലും ആ ഒരു ഇതിന്റെ കൂടെ നിൽക്കണമെന്ന്. അതിനൊരു അവസരം നമ്മൾ കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് മീനാക്ഷി പറയണം. ശേഷം മീനാക്ഷിയും ബാലനും മാത്രമുള്ളൊരു സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ മീനാക്ഷി ബാലനോട് പറയണ്ടേ, നമ്മുടെ ആര്യനെ ഒരു പാട്ടുകാരനാവണമെന്ന് ആഗ്രഹമുണ്ട്. പാട്ടുകാരനോ? ഇത് പുതിയ അറിവാണല്ലോ മോളെ. അവന്
സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ട ഒരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. പാട്ടുകാരൻ അവനെ പാട്ടൊക്കെ അതിന് പാടോ? അച്ഛനറിയാത്തോണ്ട ആര്യൻ നന്നായിട്ട് പാട്ട് പാടുന്ന മിത്ര പറയുന്നത്. അച്ഛന് ആഗ്രഹമില്ലേ ആര്യന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കണ ഒരു അച്ഛനാവണമെന്ന്? കഴിഞ്ഞ ദിവസം അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ആഗ്രഹമുണ്ട് മക്കളെ, ഇനി എൻ്റെ മക്കളുടെ ആഗ്രഹത്തിന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മോളെ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ മോളി പറയണത്? അല്ല, അച്ഛന് ആരെങ്കിലും പരിചയമുണ്ടോ? അയ്യോ, സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരൊന്നും എനിക്ക് പരിചയമില്ല. അല്ല, ഗായകരൊക്കെ ആയിട്ടാരെങ്കിലും? ഞാൻ വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് പറയാം. അതുപോലെ അച്ഛനും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ആര്യനോട് ഒരു പാട്ട് പാടാൻ പറ. ഇവൻ പാട്ട് പാടുമെന്ന് നമ്മൾ പോലും കേട്ടില്ലല്ലോ. ആദ്യം അവനൊരു പാട്ട് പാടട്ടെ. എന്നിട്ട് ആ പാട്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ മോളെ, അതിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തനിയെ നടന്നോളും. അച്ഛനിപ്പോ സോഷ്യൽ മീഡിയയിൽ ആളായല്ലേ അനുമോളുടെ കാര്യത്തോടു കൂടി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ അതിന്റെ ഒരു ഫാൻ ആയിട്ടോ. എന്നൊരു കാര്യം ചെയ്യാം, മിത്രയുടെ തന്നെ പറയാം, ആര്യനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട്. അത് കൊള്ളാം അച്ഛാ, നല്ലൊരു ഐഡിയ ആണ് എന്ന് പറയണം. അങ്ങനെ ഒരു ദിവസം മിത്രയെടുത്ത് മീനാക്ഷി പറയണ്ട്, ആര്യനെ കൊണ്ട് നീ ഒരു പാട്ട് പാടിപ്പിക്കണം, അത് റെക്കോർഡ് ചെയ്യണം, നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇടണം, അത് വൈറലാവും. ഇതൊക്കെ വൈറലാവോ ചേച്ചി? സാധാരണ ചില സംഭവങ്ങളൊക്കെ വൈറൽ ആവാറുണ്ട്, വൈറൽ ആവാത്ത പാവങ്ങളും ഉണ്ട് ഈ ലോകത്ത്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ പാട്ടൊക്കെ പെട്ടെന്ന് വൈറലാവും. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഒരു പാട്ട് പാടിപ്പിച്ചാൽ മതി എന്ന് പറയണ. അങ്ങനെ മിത്ര അതിനു വേണ്ടി കുനിഞ്ഞിറങ്ങുവാട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ആര്യനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ആര്യന്റെ കാല് പിടിക്കുന്നുണ്ട്, ഒരു പാട്ട് പാടുന്ന. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യമൊന്നും ആര്യനെ അറിയില്ല, പക്ഷെ ആര്യന് അവസാനം ഒരു പാട്ട് പാടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഇത്ര ആകെ ഷോക്കായി പോവാട്ടോ. കാരണം ഇത്ര നന്നായിട്ട് ആര്യം പാട്ട് പാടുമെന്നോ ഒരിക്കലും ആ കുടുംബത്തിൽ ആരും വിചാരിച്ചില്ല. അങ്ങനെ ആ പാട്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ആര്യനെ വേണ്ടിയിട്ട്. എന്നിട്ട് ആര്യം പാടുന്ന പാട്ടെല്ലാം അതിലങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ആര്യൻ അങ്ങോട്ട് ഫേമസ് ആയി പോവാണ്. ആര്യൻ പോലും അറിയാതെ ആര്യൻ അങ്ങോട്ട് ഫേമസ് ആവാണ്. അങ്ങനെ ആര്യന്റെ ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി പോവാണ്. ആര്യൻ വലിയൊരു പാട്ടുകാരൻ ആവാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതെ, ആര്യന്റെ ആ ഒരു വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ബാലൻ തന്നെയായിരിക്കും. അങ്ങനെ ബാലന് അഭിമാനത്തോട് പറയും, തന്റെ മക്കളുടെ ആഗ്രഹങ്ങളൊന്നും താൻ ഇതുവരെ സാധിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ ഇപ്പൊ തൻ്റെ ഒരു മോന്റെ ആഗ്രഹം താൻ സാധിച്ചു കൊടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ ആകാശിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ ബാലൻ ഇരിക്കില്ല കേട്ടോ. ആകാശിന് സ്വന്തമായിട്ടൊരു കട തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം എങ്ങനെയെങ്കിലൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ ബാലൻ നോക്കുള്ളൂ. ഒരു നല്ലൊരു കട, അതിനു വേണ്ടി ആകാശ് പോലും അറിയാതെ ആകാശിന് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാലൻ. ആകാശിന് സമയമാകുമ്പോൾ ആ കട ആകാശിന്റെ പേരിൽ എഴുതി കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാലൻ. അങ്ങനെ ഓരോരോ മക്കൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അളന്ന് മുറിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബാലൻ. എന്തായാലും ബാലന്റെ ആ ഒരു സ്നേഹം തന്റെ മക്കൾ അറിയാൻ പോകുന്ന നിമിഷമാണ് ഇനി വരാൻ പോണത്. പിന്നെ അനുക്ക് വലിയൊരു കളക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അനുവിനെ കളക്ടർ ആക്കാൻ വേണ്ടി എത്രത്തോളം പഠിപ്പിക്കുക, തന്റെ കുടുംബം വിട്ടിട്ടാണെങ്കിലും ബാലൻ അതിനു വേണ്ടി പഠിപ്പിച്ച് അനുമോളെ കളക്ടർ ആക്കാൻ വേണ്ടി കൂടി ഒരുങ്ങാട്ടോ. അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.